ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ബഹുമാനികളായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമെല്ലാം അവനിഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യസന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ സഹോദരന്മാർ ആക്രമിക്കപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരുമായ ഫലസ്തീനിലെ സഹോദര സഹോദരിമാർ, അള്ളാഹു അവരുടെ വിജയത്തിൻ്റെ പ്രശ്നപരിഹാരങ്ങളുടെ വഴികൾ എത്രയും എളുപ്പത്തിൽ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ റമദാനിൻ്റെ പദ്ധതികളിൽ, ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, നോമ്പ് വരുന്നതിൻ്റെ മുന്നേ തന്നെ എന്താണ് തഖ്വ, എന്ത് അല്ല തഖ്വ എന്ന വിഷയങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് അല്പം സംസാരിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. തഖ്വ ഏറ്റവും കൂടുതൽ അനിവാര്യമായി ഉണ്ടാകേണ്ട മേഖലകളെക്കുറിച്ച്, സാമ്പത്തിക വിഷയത്തിലാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. നമ്മൾ ചിലപ്പോൾ വലിയ സംഗതികളാണ് എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ വലിയ സംഗതികളായിക്കൊള്ളണം എന്നില്ല. നമ്മൾ ചെറുതാണ് എന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ചെറുതായിക്കൊള്ളണം എന്നില്ല. നമ്മൾ വലിയ പുണ്യകർമ്മമാണ് എന്ന് വിചാരിക്കുന്ന ചില സംഗതികളെക്കുറിച്ച് അല്ലാഹു തആല ഒരു പരിഗണനയും അതിന് നൽകുകയില്ല. അതൊന്നും പുണ്യമല്ല എന്ന രീതിയിൽ ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും. ചില ആളുകളുണ്ട്, അവർ ഉദ്ദേശിക്കുന്നത് പോലെ പലതും ചെയ്യും. മതത്തിൻ്റെ ഉള്ളിൽ കാറ്റിക്കൂട്ടലും ഇല്ലാത്തതിനെ കടത്തിക്കൂട്ടിയിട്ടും മറ്റുമൊക്കെ ചെയ്യും. ചില ആളുകൾ മതത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെ ചെറിയ സംഗതികളെ വലിയ സംഗതികളായിട്ട് കണ്ടിട്ട് പ്രവർത്തിക്കും. പ്രിയോറിറ്റികളെ മുഴുവനും തകിടം മറിച്ചുകൊണ്ട് ആദ്യം ചെയ്യേണ്ടതിന് അവസാനം ചെയ്യുകയും അവസാനം ചെയ്യേണ്ടതിന് ആദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ, വിവരമില്ലാത്തതിൻ്റെ പേരിൽ, യഥാർത്ഥ മതബോധം എന്താണെന്നറിയാത്തതിൻ്റെ പേരിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. അത്തരക്കാരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി തിരുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബഖറയുടെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 177-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി വൽ ജലാൽ നമ്മെ പഠിപ്പിക്കുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീന وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. അള്ളാഹുവിൻ്റെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ്. നമ്മളൊക്കെ വലിയ സംഗതിയാണെന്ന് വിചാരിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ച് അള്ളാഹ് പറയുന്നു, ലൈസൽ ബിർറ, അതൊരു നല്ല കാര്യമേ അല്ല, അത് വലിയൊരു സംഭവമൊന്നുമല്ല. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും മുഖം തിരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ വലിയ സംഗതിയായിട്ട് കാണുന്നോ? അതൊരു സംഗതിയേ അല്ല. ജൂതന്മാരും നസ്രാനികളും പരിശുദ്ധ മക്കയിലും മദീനയിലുമായി ഖിബല മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ ഒരു സംസാരമുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. മദീനയിൽ പോയ ശേഷവും 1.5 വർഷക്കാലം അങ്ങനെ തുടർന്നു.
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലാഹു തആല മക്കയിലേക്ക് തിരിയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ കശപിശ ഉണ്ടായി. ജൂതന്മാർ പടിഞ്ഞാറോട്ട് തിരിയുന്നവരും ക്രൈസ്തവർ കിഴക്കോട്ട് തിരിയുന്നവരുമായിരുന്നു. മുഹമ്മദ് നബിയാണെങ്കിൽ ആദ്യം ഇങ്ങനെ ചെയ്തു, പിന്നെ അങ്ങനെ ചെയ്തു. ഇങ്ങനെയെല്ലാം വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കോട്ട് തിരിയുന്നോ പടിഞ്ഞാറോട്ട് തിരിയുന്നോ എന്നതിലൊന്നും കഥയൊന്നുമില്ല. പിന്നെയോ ഞാൻ പറയുന്നത് എന്താണ് അത് നിങ്ങൾ അനുസരിക്കുക എന്നതാണ് വേണ്ടത്. ഞാൻ കിഴക്കോട്ട് തിരിയാൻ പറഞ്ഞാൽ നിങ്ങൾ കിഴക്കോട്ട് തിരിയുക. ഞാൻ പടിഞ്ഞാറോട്ട് തിരിയാൻ പറയുമ്പോൾ നിങ്ങൾ പടിഞ്ഞാറോട്ട് തിരിയുക. അല്ലാതെ കിഴക്കിനും പടിഞ്ഞാറിനും പ്രത്യേകതയൊന്നുമില്ല. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്. നിങ്ങൾ എവിടേക്ക് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ. വിഡ്ഢികളായ ജനങ്ങൾ, അങ്ങനെയാണ് അല്ലാഹ് പറയുന്നത്, സയഖൂലു സുഫഹാ, വിഡ്ഢികളായ ജനങ്ങൾ ചോദിക്കും, മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ. അവർ നേരത്തെ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ എന്തേ മക്കയിലേക്ക് തിരിയുന്നു? അവരെന്തേ മുഖം തിരിച്ചു കളഞ്ഞു? മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ എന്നിങ്ങനെ ചോദിച്ച് അള്ളാഹു ആക്ഷേപിക്കുന്നുണ്ട്. അതിൻ്റെ മറുപടിയിൽ അല്ലാഹ് പറയുന്നു, ഞാൻ അങ്ങനെ ഖിബ്ല മാറ്റം വരുത്താനുണ്ടായ കാരണം എൻ്റെ തീരുമാനം പുതിയതായി അവതരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിയെ പിൻപറ്റുന്നവരാരാണ് എന്ന് അറിയാൻ വേണ്ടിയാണ്. മുഖം തിരിച്ച് നടന്നു കളയാതെ മുഹമ്മദ് നബിയെ 100% പിൻപറ്റുന്നവർ ആരാണെന്ന പരിശോധന നടത്താൻ വേണ്ടിയാണ് ഞാൻ ആദ്യം അങ്ങോട്ട് തിരിയാൻ പറഞ്ഞു, പിന്നെ ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞു. കിഴക്കായാലും പടിഞ്ഞാറായാലും അതിലൊന്നും കഥയൊന്നുമില്ല. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്. എന്നിട്ട് എന്താണ് അള്ളാഹുവിനോടുള്ള കൂർ? ബിർ എന്ന് പറഞ്ഞാൽ ലൈസൽ ബിർറ, ദൈവക്കൂറ്, അള്ളാഹുവിനോടുള്ള നന്ദിയും കൂറും. ബിർ എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യുക. ബിർറുൻ ബിൽ വാലിദൈൻ അല്ലെങ്കിൽ ബർറുൽ ബിൽ വാലിദൈൻ, മാതാപിതാക്കളോട് കൂറ് കാണിക്കുന്നവൻ എന്നൊക്കെ അറബിയിൽ കാണാൻ കഴിയും. ബിർ. ബാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കൂറ് നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്? അത് നിങ്ങൾ വിചാരിക്കും പോലെ എന്തെങ്കിലും ചെറിയ സംഗതികൾ കൊടുത്തുകൊണ്ട് കാണിക്കേണ്ട സംഗതിയല്ല. നിങ്ങൾ വിചാരിക്കും വലിയ സംഗതിയാണെന്ന്. എന്നാൽ അത് ആ രീതിയിലല്ല യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് കൂറ് കാണിക്കേണ്ടത്. ചില ആളുകളുണ്ട്, ഇല്ലാത്തത് കുത്തിക്കയറ്റിയിട്ട് അള്ളാഹുവിനോട് കൂറ് കാണിക്കും. അവരുടെ ഉദ്ദേശമൊക്കെ നല്ല ഉദ്ദേശമാണ്, പക്ഷെ അങ്ങനെയല്ല കൂറ് കാണിക്കേണ്ടത്. ഇത് പണ്ടേയുള്ള സമുദായങ്ങളിലെല്ലാം ഇത്തരം പെശകുകൾ ഉണ്ടായിരുന്നു. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പോയി ചാടിയിരുന്നു. അവർ വിചാരിക്കും പോലെ മതത്തിൻ്റെ ഉള്ളിൽ പുതിയ നിസ്കാരം, പുതിയ നോമ്പ്, പുതിയ പ്രാർത്ഥന, പുതിയ ദിക്ർ ഇങ്ങനെ ഉണ്ടാക്കുമാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കീങ്ങൾക്കും ഉണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഒരു ബിദ്അത്ത് ഉണ്ടായിരുന്നു. അവർ ഹജ്ജ് കഴിഞ്ഞാൽ ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൻ്റെ മുമ്പാകത്തുകൂടെ ഇറങ്ങി വരും. എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ വീട്ടിൻ്റെ മുമ്പാകത്തൂടെ വീട്ടിലേക്ക് കയറൂല, വീട്ടിൻ്റെ പിൻവാതിലിലൂടെയാണ് അവർ കയറുക. കാരണം അവർ പറയുന്നത്, നമ്മൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ദോഷം ചെയ്ത ശരീരവുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ദോഷം ചെയ്ത, തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഈ ശരീരവുമായി നമ്മൾ വീട്ടിൻ്റെ മുൻവാതിലിലൂടെ ഇറങ്ങി വന്നവരാണ്. ഇനി അതേ വാതിലിലൂടെ തിരിച്ചു കയറുന്നത് അള്ളാഹുവിനോട് കാണിക്കുന്ന അദബുകേടാണ്. ഞങ്ങളുടെ ചില ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല, നബി റബീഉൽ അവ്വൽ 12-ന് കഞ്ഞി കുടിക്കാഞ്ഞാൽ പ്രവാചക സ്നേഹം ഇല്ല എന്ന് പറയുന്നൊക്കെ ആളുകളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് ശരിക്കും പോലെ സ്നേഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇനി അടുക്കള വാതിൽ കൂടെ കയറണം. കാരണം നമ്മൾ തെറ്റ് ചെയ്ത ശരീരവുമായിട്ടാണ് ഫ്രണ്ട് വാതിലിലൂടെ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് പിൻവാതിലിലൂടെ കയറണം എന്നൊരു അന്ധവിശ്വാസം, ഒരു ബിദ്അത്ത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ബിദ്അത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ബിദ്അത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്കുണ്ടായിരുന്നു. അവർ അള്ളാഹനെ ആരാധിക്കുന്നവരാണ്. ചില ആൾക്കാർ പറയും മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമല്ലായിരുന്നു എന്ന്. പച്ച ശുദ്ധ കളവാണ് അത്. അവരും അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരുന്നു, അവരും ദൈവവിശ്വാസികളായിരുന്നു, അവരും പരലോകത്ത് ഗുണം ലഭിക്കണമെന്ന് കരുതിയിട്ട് തന്നെ മക്കയിൽ വന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു. പക്ഷേ അവർക്ക് കാര്യമായ പല തകരാറുകളുമുണ്ട്. അതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളായി പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയാണ്, യസ്അലൂനക അനിൽ അഹില്ലതി ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്.
വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ വലാകിന്നൽ ബിർറ മൻ ഇത്തഖ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. അവരോട് അല്ലാഹ് പറയാണ്, വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ, ഒരിക്കലും ദൈവക്കൂറ് അല്ല, അള്ളാഹുവിനോട് കാണിക്കുന്ന കൂറ് അല്ല, ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ, വീട്ടിൻ്റെ അടുക്കള വാതിലിലൂടെ കയറി വരൽ. വീട്ടിൻ്റെ അടുക്കള വാതിലിലൂടെ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ പശ്ചാത്തലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ വീട്ടിൻ്റെ അടുക്കള ഭാഗത്തൂടെ കയറണം എന്ന് നിങ്ങൾ അള്ളാഹു തആലക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്? റജബ് 25 നോമ്പ് നോൽക്കുന്നത് അള്ളാഹുവിന് വേണ്ടി എന്നല്ലേ പറയുന്നത്? എങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടിയല്ല. വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ, വീട്ടിൻ്റെ പിൻഭാഗത്തിലൂടെ വരിക എന്നത് അള്ളാഹുവിന് കാണിക്കേണ്ട കൂറ് അല്ല. അള്ളാഹുവിൻ്റെ കൂറ് എന്താണെന്ന് അള്ളാഹ് പറയണം. നിങ്ങൾക്ക് നേരത്തെ വന്നുപോയിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയണം, അവരാരും അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ, നിങ്ങൾ ഏത് വാതിലിലൂടെയാണ് ഇറങ്ങിപ്പോയത് അതേ വാതിലിലൂടെ തന്നെ, ഫ്രണ്ട് വാതിലിലൂടെ തന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുക. വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, വത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരാവണം. അഥവാ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? വീട്ടിൻ്റെ മുമ്പിലെ വാതിലിലൂടെ കയറലാണ് തഖ്വ, ബാക്കിലെ വാതിലിലൂടെ കയറലല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അതുപോലെ തന്നെ നിർവഹിക്കുക. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നതുപോലെ ചെയ്യുന്നതിനല്ല തഖ്വ എന്ന് പറയുന്നത്. വീട്ടിൻ്റെ മുമ്പിലെ വാതിലിലൂടെ തന്നെ കയറി വരിക എന്ന് പറഞ്ഞിട്ടുള്ള പറയാണ്, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യുന്നവരാകണം. അതുകൊണ്ട് അന്ധവിശ്വാസം, ബിദ്അത്ത് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ തിരുത്തുകയാണ്. ഹജ്ജ് കർമ്മം, ഹജ്ജിൻ്റെ ഉദ്ദേശങ്ങൾ തന്നെ തഖ്വ ഉണ്ടാക്കലാണ്. എല്ലാം നിസ്കാരവും നോമ്പും ഒക്കെ അങ്ങനെയാണ്. നോമ്പ് മാത്രമല്ല, ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫഅലൂ മിൻ ഖൈറിൻ യഅലമുഹുല്ലാഹ് വതസവ്വദൂ ഫഇന്ന ഖൈറസ് സാദി തഖ്വാ വത്തഖൂൻ യാ ഉലിൽ അൽബാബ്. ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നവരോട് അല്ലാഹ് പറയാണ്, ഫഇന്ന ഖൈറസ് സാദി തഖ്വാ, നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കുന്ന ഏറ്റവും മുന്തിയ ഭക്ഷണം, ഏറ്റവും മുന്തിയ പാതേയം ഖൈറുസ് സാദി തഖ്വാ, അത് തഖ്വയാണ്. അതുകൊണ്ട് വത്തഖൂനി യാ ഉലിൽ അൽബാബ്, നിങ്ങൾ തഖ്വയുള്ളവരാകണം. ഹജ്ജിൻ്റെ കോണ്ടാക്സ്റ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അങ്ങനെ തഖ്വക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു കർമ്മമാണ് ഹജ്ജ്. അത് നിങ്ങൾ ഇല്ലാത്തത് കടത്തിക്കൂട്ടി, കരിഞ്ചന്ത കടത്തിക്കൂട്ടി വാതിലിൻ്റെ ബാക്കിലൂടെ വരുന്ന പുതിയൊരു അന്ധവിശ്വാസം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അള്ളാഹു പൊരുത്തപ്പെടുകയില്ല. അതുപോലെയാണ് അള്ളാഹ് പറയുന്നത്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞ് നടക്കുകയോ അല്ലെങ്കിൽ മുഖം തിരിക്കുകയോ ചെയ്യുന്നത് അല്ല തഖ്വ, അത് തഖ്വയല്ല. പിന്നെയോ വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, എന്താണ് പിന്നെ ദൈവക്കൂറ് എന്ന് പറയുന്നത്? അള്ളാഹുവിനോടുള്ള നന്ദി എന്ന് പറയുന്നത്. വലാകിന്നൽ ബിർ, ബിർ എന്ന് പറഞ്ഞാൽ ഗുണം, കൂറ്, കൂറ് കാണിക്കുന്നവൻ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. വലാകിന്നൽ ബിർറ, കൂറ് കാണിക്കുന്നവൻ, മൻ ആമന ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിച്ചവനാണ്. കൂറ് കാണിക്കുന്നവൻ എന്ന അറബി പറയേണ്ടതിന് പകരം വലാകിന്നൽ ബിർറ, കൂറ് എന്ന് പറഞ്ഞാൽ, നന്ദി എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണ്, വിശ്വാസി നന്ദിയാണ് എന്ന മലയാള പ്രയോഗത്തിൽ പോലും ഒരു പാകപ്പിഴവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പക്ഷെ അത് സാഹിത്യ പ്രയോഗമാണ്. ഞാൻ ധൈര്യമാണ് എന്ന് പറയുന്നതും എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഞാൻ ധൈര്യമാണ് എന്ന് പറഞ്ഞാൽ ധൈര്യം എൻ്റെ ശരീരത്തിൽ രണ്ട് കൈയും കാലുമായിട്ട് ഇവിടെ നിൽക്കുന്നു. ധൈര്യമുള്ളവനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ധൈര്യമുള്ളവനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പേപ്പട്ടിയോ അല്ലെങ്കിൽ ഒരു പിടിമൃഗമോ വരുമ്പോൾ ഞാൻ ഓടിപ്പോയാൽ എൻ്റെ ധൈര്യം ചോർന്നുപോയി. എന്നാൽ ഞാനാണ് ധൈര്യം എന്ന് പറയുമ്പോൾ അത് ചോർന്നു പോകുന്നില്ല എന്ന ശൈലിയിൽ അല്ലാഹു തആല പറയാണ്, വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒന്നാമത്തെ കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസം, അവസാനത്തെ കാര്യമാണ് പരലോകത്തിലുള്ള വിശ്വാസം. അതിൻ്റെ ഇടയിൽ വേറെയും കാര്യങ്ങളുണ്ട്. ആദ്യത്തെ കാര്യവും അവസാനത്തെ കാര്യവും പറഞ്ഞു, വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി. പരലോകത്തുള്ള വിശ്വാസവും അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസവും ഏതൊരുത്തനുണ്ടോ
അവനാണ് കൂറുള്ളവൻ. എന്നിട്ട് പറയുകയാണ് വൽ മലായികത്തി വൻ നബിയീന, മലക്കുകളിൽ വിശ്വാസമുണ്ടാവണം, വൻ നബിയീന പ്രവാചകന്മാരിൽ വിശ്വാസമുണ്ടാകണം, വൽ കിതാബി വേദഗ്രന്ഥങ്ങളിലും വിശ്വാസമുണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് വആതൽ മാല അലാ ഹുബ്ബിഹി, വളരെ സ്നേഹപ്പെട്ട വളരെ പ്രിയപ്പെട്ട സമ്പത്ത് അവൻ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കണം. വാത്തൽ മാല, സമ്പത്ത് കൊടുത്തു എന്നല്ല പറയുന്നത്, വാത്തൽ മാല അല ഹുബ്ബിഹി, അവന് ഏറ്റവും ഇഷ്ടമുള്ള അവസ്ഥയിൽ സമ്പത്ത് കൊടുക്കണം. മരിക്കാൻ നിൽക്കുന്ന സമയത്ത് കൊടുക്കും, അല്ലെങ്കിൽ രോഗിയാകുന്ന സമയത്ത് കൊടുക്കും, എന്തെങ്കിലും കാര്യപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നേർച്ചയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. അതല്ല, വാത്തൽ മാല അല ഹുബ്ബിഹി, ഏറ്റവും പ്രിയപ്പെട്ടിരിക്കുന്ന സമയത്ത് നൽകണം. എൻ്റെ ഈ മുന്തിയ വാഹനം, അല്ലെങ്കിൽ എൻ്റെ ഈ മുന്തിയ സ്വർണം, അല്ലെങ്കിൽ എൻ്റെ ഈ മുന്തിയ തോട്ടം, ഈ മുന്തിയ വീട്, ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഇത് ഒരിക്കലും കയ്യിൽ നിന്ന് പോകുന്നത് എനിക്ക് ആലോചിക്കാൻ കഴിയില്ല. അത്തരമൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടോ? ആ സാഹചര്യത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സമ്പത്തുണ്ടല്ലോ, അങ്ങനെ കൊടുക്കുന്നവനെ കുറിച്ച് അല്ലാഹു പറയുന്നു വലാകിന്നൽ ബിർറാ, അവനാണ് അള്ളാഹുവിനോട് കൂറുള്ളവൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാനിലെ 92-ാമത്തെ സൂക്തത്തിൽ കാണാം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. അല്ലാഹു പറയാണ് ലൻ തനാലുൽ ബിർറ, ഒരിക്കലും നിങ്ങൾ കൂറുള്ളവരാവുകയില്ല, അള്ളാഹുവിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയില്ല, ഒരിക്കലും അള്ളാഹുവിനോട് കൂറുള്ളവരാവുകയില്ല. ഹത്താ തുൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ. എന്ത് ചെലവഴിക്കുന്നത് വരെ? കയ്യിലുള്ള എന്തെങ്കിലും അല്ല. ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തു നിങ്ങൾ എപ്പോഴാണോ ചെലവഴിക്കുന്നത് അപ്പോൾ മാത്രമാണ് നിങ്ങൾ അള്ളാഹുവിനോട് കൂറുള്ളയാളാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ മദീനയിലെ അൻസാരികളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അബൂ ത്വൽഹത്തുൽ അൻസാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് മദീനയിൽ പല ഭാഗത്തും തോട്ടങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടം മദീന പള്ളിയുടെ മുമ്പാകത്തുള്ള ബൈറുഹ എന്ന് പറയുന്ന തോട്ടമാണ്. ഇന്ന് അവിടെ ബിൽഡിങ്ങുകളും എസ്റ്റേറ്റുകളുമാണ്. ആ തോട്ടത്തിൻ്റെ ഉടമയായ അബൂ ത്വൽഹത്തുൽ അൻസാരി ഈ ആയത്ത് അവതരിച്ച പശ്ചാത്തലത്തിൽ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഈ ആയത്ത് അവതരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹ വ ഇന്നഹാ സ്വദഖത്തുൽ ലില്ലാഹ് അർജു ബിർറഹാ വ ദുഖ്റഹാ ഇൻദല്ലാഹ്. നബിയെ, ഈ ആയത്ത് അവതരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ സന്താനങ്ങളും കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്ന തോട്ടം, മദീന പള്ളിയുടെ തൊട്ടു മുമ്പിലുള്ള തോട്ടം, ആ തോട്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം നബിയെ. അതുകൊണ്ട് ഞാനിത് അള്ളാഹുവിനുള്ള കൂറായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർജു ബിർറഹ, അതാണ് കൂറ്. അല്ല കീശെന്ന് 10 രൂപ എടുത്തു കൊടുക്കലല്ല കൂറ്. ഞാനിത് അള്ളാഹുവിനുള്ള കൂറായിട്ട് വദുഖ്റഹ, പരലോകത്തേക്കുള്ള നിധിയായി ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നൽകിയിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറയുകയാണ്, അതുകൊണ്ട് ഫലാഹ യാ റസൂലല്ലാഹി ഹൈസു അറാക. ഇത് കേട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, ബഖിൻ ബഖിൻ ദാലിക മാലുൻ റാബിഹുൻ വഖദ് സമിഅതു മാ ഖുൽത. അബൂ ത്വൽഹ, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകട്ടെ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വ ഇന്നി അറാ അൻ തജഅലഹാ ഫിൽ അഖ്റബീൻ. നിങ്ങളെ കുടുംബത്തിൽ പാവപ്പെട്ട ആളുകൾ ഉണ്ടാകും, നിങ്ങളെ സഹോദരന്മാരുണ്ടാകും, സഹോദരിമാരുണ്ടാകും, അതുപോലെ തന്നെ ഭാര്യമാരുടെ കുടുംബത്തിലുള്ളവരുണ്ടാകും. നിങ്ങളെ കുടുംബത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ചെലവഴിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടി തന്നെ അത് തിരിച്ചു തരുന്നു എന്ന് പറയുന്ന സംഭവം ഞാൻ അതിലേക്കും കൂടി വരികയാണ്. കാരണം ഈ ദാനധർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സമ്പത്തിനോടുള്ള ആർത്തി മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മുറിച്ച് കളയാൻ വേണ്ടി പറയുമ്പോൾ ഈ ഒരു സൂക്തവും പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂക്തവും ഈ ഒരു ഹദീസും വളരെ ശ്രദ്ധേയമാണ്. ഈ ഖുർആനിൽ അല്ലാഹു തആല പിന്നീട് പറയുകയാണ്, വാതൽ മാല അലാ ഹുബ്ബിഹി, അവർക്ക് വളരെ പ്രിയപ്പെട്ട സമയത്ത് അവർ ഈ സമ്പത്ത് വിതരണം ചെയ്യും, അവർ നൽകിക്കൊണ്ടിരിക്കും. ആർക്ക് നൽകുമെന്നാ പറഞ്ഞത്? ദവിൽ ഖുർബ, കുടുംബക്കാർക്ക് നൽകും. ഒന്നാമത്തെ പ്രിയോറിറ്റി. സമ്പത്ത് നൽകുമ്പോൾ പുറം രാജ്യത്തുള്ളവർക്ക് നൽകാം, നൽകുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ തൊട്ടടുത്ത കുടുംബക്കാർ, കുടുംബം എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ നമ്മളെല്ലാം ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കളാണ്. അന്നലക്ക് നമ്മളെല്ലാവരും കുടുംബമാണ്. കുടുംബമല്ലാത്ത ഒരാളും ഇവിടെയില്ല. ബാപ്പയോ ഉമ്മയോ പെങ്ങളോ അനുജനോ ജ്യേഷ്ഠനോ സഹോദരിയോ അല്ലാത്ത ഒരാളും തന്നെ ഈ ഭൂമിയിലില്ല.
അതുകൊണ്ട് നമ്മൾ ആർക്ക് കൊടുത്താലും അതൊക്കെ കുടുംബക്കാർ തന്നെയാണ്. പക്ഷേ ഏറ്റവും അടുത്ത കുടുംബക്കാരെ നോക്കിയിട്ട് പ്രിയോറിറ്റിയിൽ പെടുത്തണം. വൽ യതാമ, അതുപോലെ അനാഥരായ ആളുകൾക്ക് കൊടുക്കണം. വൽ മസാക്കീന, ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കണം. വബ്നസ് സബീൽ, വഴിയാത്രക്കാർക്ക് കൊടുക്കണം. യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രോത്സാഹനം നൽകുകയാണ്. യാത്ര വളരെ പ്രിയപ്പെട്ട സംഗതിയാണ്. യാത്ര മനുഷ്യന്റെ പഠനത്തിനും മനുഷ്യന്റെ വിവേകത്തിന്റെ വർധനവിനും അനിവാര്യമാണ്. ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു, സാഫിർ തജിദ് ഐവല്ലൻ അമ്മൻ തുഫാരിഖു വൻസബ് ഫഇന്ന ലദീദൽ ഐശി ഫിന്നസബി ഇന്നി റഅയ്തു റുകൂദൽ മാഇ യുഫ്സിദുഹു ഇൻ സാബ ത്വാല വഇൻ ലം യജ്രി ലം യത്ബി അത്തിബുറു കത്തുർബി മുൽക്കൻ ഫീ അമാകിനിഹി വൽഊദു ഫീ അർളിഹി നൗം മിനൽ ഹതബി. സാഫിർ, നീ യാത്ര പോയിക്കോ. തജിദ് ഐവല്ലൻ അമ്മൻ തുഫാരിഖുഹു, നിനക്ക് നിന്റെ സ്വന്തം നാട്ടിൽ ആരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനേക്കാൾ നല്ലത് നീ ചെല്ലാനിരിക്കുന്ന നാട്ടിൽ നിനക്ക് ലഭ്യമാണ്. നിനക്ക് സന്താനങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ സന്താനങ്ങളെക്കാളും നല്ലവർ നീ ചെല്ലാനിരിക്കുന്ന നാട്ടിലുണ്ട്. തജിദ് ഐവല്ലൻ അമ്മൻ തുഫാരിഖുഹു വൻസബ് ഫഇന്ന ലദീദൽ ഐശി ഫിന്നസബി, അതുകൊണ്ട് നിന്റെ ശരീരം ക്ഷീണിച്ചു കൊള്ളട്ടെ, നീ യാത്ര പുറപ്പെടണം. ഇന്നി റഅയ്തു റുകൂദൽ മാഇ യുഫ്സിദുഹു, എനിക്കറിയാം വെള്ളം കെട്ടി നിന്നാൽ അത് കേടായി പോകും. ഇന്നി റഅയ്തു റുകൂദൽ മാഇ യുഫ്സിദുഹു, എന്നാൽ ഇൻസാബ ത്വാല ഇൻസാല ത്വാബ വഇൻ ലം യജ്രി ലം യത്ബി, ആ വെള്ളം ഇങ്ങനെ പതുക്കെ ഒഴുകി നടക്കുകയാണെങ്കിൽ അത് എത്ര കുറഞ്ഞ വെള്ളമാണെങ്കിലും അത് പ്യൂരിറ്റിയിൽ നിലനിൽക്കുന്നതാണ്. വത്തിബുറു കത്തുർബി മുൽക്കൻ ഫീ അമാകിനിഹി, സ്വർണത്തിന്റെ കട്ടി കണ്ടിട്ടില്ലേ? സ്വർണം വിളയുന്ന ഭൂമിയിൽ പോയാൽ അത് കേവലം പൊടിമണ്ണിന് തുല്യമാണ്. വത്തുർബു വത്തിബുറു, തിബുറു എന്ന് പറഞ്ഞ സ്വർണത്തിന്റെ കട്ടി. വത്തിബുറു കത്തുർബി, സ്വർണത്തിന്റെ കട്ടിയാണെങ്കിൽ പോലും അത് സ്വർണം വിളയുന്ന ഭൂമിയിൽ അതിന് വിലയില്ല. വത്തിബുറു കത്തുർബി മുൽക്കൻ ഫീ അമാകിനിഹി വൽഊദു ഫീ അർളിഹി നൗം മിനൽ ഹതബി, വിലപിടിപ്പുള്ള ചന്ദനമില്ലേ, വിലപിടിപ്പുള്ള ഊതിൻ്റെ മരമില്ലേ, അത് ഊതിൻ്റെ കാട്ടിൽ പോയാൽ അതിന് വിലയില്ല. എങ്കിൽ അതിൽ നിന്ന് ഒരു കൊള്ളി എടുത്തുകൊണ്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വെച്ചാൽ വമ്പിച്ച വിലയുണ്ട്. അതുകൊണ്ട് മോനെ സാഫിർ തജിദ് ഐവല്ലൻ അമ്മൻ തുഫാരിഖുഹു. ഇമാം ഷാഫി റഹിമഹുല്ല പറയാണ്, നീ യാത്ര പോയിക്കോ. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും യാത്രയായിരുന്നു. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അങ്ങ് ഫലസ്തീനിൽ ഗസയിലാണ് ജനിച്ചത്. പിന്നെ മക്കയിലേക്ക് വന്നു, മദീനയിലേക്ക് പോയി, ബഗ്ദാദിലേക്ക് 2 പ്രാവശ്യം പോയി, അവസാനം ഈജിപ്തിലേക്ക് വന്നു. മരിക്കുന്നത് ഈജിപ്തിൽ വെച്ചുകൊണ്ടാണ്. ദീർഘയാത്രയാണ്. 54 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 1000കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച പണ്ഡിതനാണ് ഇമാം ഷാഫി റഹിമഹുല്ല. നമ്മുടെ പണ്ഡിതന്മാരുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ്. അതുകൊണ്ട് യാത്രക്ക് ഇസ്ലാം പിന്തുണ കൊടുക്കുക. അതുപോലെ ചോദിച്ചു വരുന്ന ആളുകൾക്കും കൊടുക്കണം. എന്തെങ്കിലും ചോദിച്ചാൽ അവനോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഏതായാലും അവൻ ചോദിച്ചില്ലേ, ഇനി കൊടുക്കാതെ 2 ടൺ ചോദിക്കുക എന്നതൊരു ടെൻഷനാണ്. ചോദിച്ചിട്ട് കൈമലർത്തപ്പെടേണ്ടി വരിക എന്നത് മറ്റൊരു ടെൻഷനാണ്. അവൻ്റെ 2 ടെൻഷനിൽ നിന്ന് ഒരു ടെൻഷൻ നീ കുറച്ചു കൊടുക്കുക. അവന് സത്യവാനാവട്ടെ കള്ളനാവട്ടെ, ചോദിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവന് കൊടുക്കണം. അതുപോലെ തന്നെ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുക്കണം. ഇന്ന് അടിമ സമ്പ്രദായം നിലവിലില്ലാത്തത് കൊണ്ട് അതിന് പ്രസക്തിയില്ല. എന്നിട്ട് അള്ളാഹു തആല പറയുകയാണ്, അള്ളാഹുവിനുള്ള കൂറ് എന്താണ്? കൂറ് നിസ്കാരം നിലനിർത്തുന്നവനാകും കൂറുള്ളവൻ. സക്കാത്ത് കൊടുക്കുന്നവനാകും. കണ്ടോ, ഇപ്പൊ ഇതുവരെ സാമ്പത്തിക കാര്യം പറഞ്ഞത്, പിന്നെയും പറഞ്ഞു സക്കാത്ത്. അപ്പൊ നമുക്ക് മനസ്സിലായി, ആദ്യം പറഞ്ഞ സാമ്പത്തികം സക്കാത്ത് അല്ലാത്ത സാമ്പത്തികമാണ്. ആദ്യം പറഞ്ഞ സാമ്പത്തികം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളവനും നിർബന്ധമില്ലാത്തവനും കൊടുക്കേണ്ടതാണ്. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലാത്ത മുതലാളിമാരുണ്ടാകും, അവർക്കും ദാനധർമ്മങ്ങൾ വേണം. അതുകൊണ്ടാണ് വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീൻ. യതീം കുട്ടികൾക്ക് സക്കാത്തില്ല. യതീം കുട്ടികൾ സക്കാത്തിന്റെ അവകാശികളാണോ? അല്ല. കുടുംബക്കാർ സക്കാത്തിന്റെ അവകാശികളല്ല. എന്നിട്ട് പോലും യതീം കുട്ടികൾക്കും കുടുംബക്കാർക്കും പ്രത്യേകം ചാർട്ടുണ്ടാക്കിക്കൊണ്ട് അല്ലാഹു പറയുന്നു അവർക്ക് ദാനധർമ്മങ്ങൾ പോവണം. എന്നിട്ട് അതിൻ്റെ ഒക്കെ പുറമെ നിർബന്ധമായിട്ടുള്ള സക്കാത്തും അവർ കൊടുക്കും. അങ്ങനെയുള്ളവരാണ് ദൈവക്കൂറ് കാണിക്കുന്നവർ. അത് കഴിഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ അഹദൂ.
നിങ്ങൾ നോക്കി, പരിശുദ്ധ ഖുർആൻ സാധാരണക്കാരായതുകൊണ്ട് ഇത് വിശദീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. അറബി വാക്കിൻ്റെ ഘടന അനുസരിച്ച് പറയേണ്ടത് മൻ ആമന ബില്ല വൽ മലായികത്തി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ. ഇതൊക്കെ പാസ്റ്റ് ടെൻസ് ഫോമാണ്. അറബി ഭാഷയിലെ മാളിയായ ഫീലാണ്. വിശ്വസിച്ചവൻ, അന്ത്യനാളിൽ വിശ്വസിച്ചവൻ, ആമന ബില്ല. അത് കഴിഞ്ഞിട്ട് വാ ആതൽ മാല, സമ്പത്ത് വിതരണം ചെയ്തവൻ, മാളിയായ പാസ്റ്റ് ടെൻസ് ഫോമിൽ ആണ്. അതുപോലെ അഖാമ സ്വലാത്ത, നിസ്കാരം നിർവഹിച്ചവൻ, വാത സകാത്ത, സകാത്ത് കൊടുത്തു വീട്ടിയവൻ, മാളിയായ പാസ്റ്റ് ടെൻസിൽ ഫോം പറഞ്ഞു. അതൊക്കെ ഓരോ പ്രാവശ്യം ചെയ്താൽ അവരെ പറയാം. ഒരു വട്ടം നിസ്കരിക്കുന്ന ഒരാളെ പറ്റി, ഒരു വട്ടം നിസ്കരിച്ചവനെ പറ്റി അഖാമ സ്വല എന്ന് പറയും, അവൻ നിസ്കാരം നിലനിർത്തി. എന്നാൽ ഇനി പറയാൻ പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പാസ്റ്റ് ടെൻസ് ഫോമിൽ അല്ല, മാളിയായ ഒരു ഫീലിൻ്റെ രീതിയിലല്ല. പിന്നെയോ വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ അഹദൂ. വൽ മൂഫൂന എന്ന് പറയേണ്ടടുത്ത് വല്ലദീന ഔഫൗ എന്ന് അറബിയിൽ പറയാം. അതിൻ്റെ ഘടനയനുസരിച്ച് അങ്ങനെയാണ് പറയേണ്ടത്. അത് പറയാതെ നേരെ താളം തെറ്റുകയാണ്. എന്തിനാണ് താളം തെറ്റിക്കുന്നത്? അനിവാര്യമായ ഒരു സാഹിത്യ ഭംഗിക്ക് വേണ്ടിയാണ് താളം തെറ്റിക്കുന്നത്. വൽ മൂഫൂന ബിഅഹദിഹിം, അവർ കരാറ് പാലിക്കുന്നവരാണ്. കരാറ് പാലിച്ചവർ എന്നല്ല പറയുന്നത്. നിസ്കരിച്ചവർ എന്ന് പറഞ്ഞതുപോലെ കരാറ് പാലിച്ചവർ എന്നല്ല പറയുന്നത്. അവർക്ക് കരാറ് പാലിക്കുക എന്ന ഗുണമുണ്ട്. കണ്ടോ, അത് ക്വാളിറ്റിയാണ്, ഒരു ആക്ടിവിറ്റി അല്ല, ഒരു ക്വാളിറ്റിയാണ്. അത് അവരുടെ ശരീരത്തിൽ രൂഢമൂലമായതാണ്. അതെന്തിനാ അങ്ങനെ പറയാൻ കാരണം? നിസ്കാരം നിർവഹിച്ചവൻ, സക്കാത്ത് നിർവഹിച്ചവൻ, അതുപോലെ അള്ളാഹുവിൽ വിശ്വസിച്ചവൻ, പരലോകത്തിൽ വിശ്വസിച്ചവൻ, അങ്ങനെ ഒരുത്തൻ മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ അവനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കും, അവനൊരു സിദ്ധി രൂപപ്പെട്ടിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഒരു സിദ്ധി രൂപപ്പെട്ടിട്ടില്ലയോ, നിങ്ങളെ വിശ്വാസത്തിന് തകരാറുണ്ട്, നിങ്ങളെ നിസ്കാരത്തിന് തകരാറുണ്ട്, നിങ്ങളെ സക്കാത്തിന് തകരാറുണ്ട്. അതുകൊണ്ട് തകരാറുള്ള വിശ്വാസവും തകരാറുള്ള നിസ്കാരവും പാടില്ല. എല്ലാ തകരാറുകളും പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തമമായ നിലയിൽ നേരത്തെ പറഞ്ഞ പ്രവൃത്തികളെല്ലാം നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അനിവാര്യമായും ഉണ്ടായിത്തീരുന്ന ഒരു അന്തിമ പരിണിതിയുണ്ട്. ആ പരിണിതിയാണ് വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ ആഹദു. അവർ കരാറ് പാലിക്കുന്നവരാണ്. സ്വന്തത്തോടുള്ള കരാറുണ്ട്, ഭാര്യ മക്കളോടുള്ള കരാറുണ്ട്, സമൂഹത്തോട് മൊത്തമുള്ള കരാറുണ്ട്, ഭരണാധികാരികളോടുള്ള കരാറുണ്ട്, അടിമകളോടുള്ള കരാറുണ്ട്, തൊഴിലാളികളോടുള്ള കരാറുണ്ട്, തൊഴിൽ ദാതാവിനോടുള്ള കരാറുണ്ട്. എല്ലാ വിഭാഗത്തോടുമുള്ള കരാർ സാമൂഹിക പ്രതിഭാസമാണ്. അത് നിർവഹിക്കുക എന്ന ഗുണമുള്ളവരാണ് അവർ. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ശേഷം അള്ളാഹു പറയുന്നത് ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് തഖ്വയുള്ളവർ. കരാറ് പാലിക്കുന്നവരെ കുറിച്ച് വേറെയും പല സ്ഥലങ്ങളിലും അള്ളാഹു പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. കരാറ് പാലിക്കാത്തവരെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും. അല്ലദീന ആഹത്ത മിൻഹും സുമ്മ യൻഖുലൂന അഹ്ദഹും ഫീ കുല്ലി മർറത്തിൻ വഹും ലാ യത്തഖൂൻ. നബിയേ, നിങ്ങളോട് കരാറ് പറയുകയും പിന്നീട് ആ കരാറ് പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ, വലായ വഹും ലാ യത്തഖൂൻ, അവർ തഖ്വയുള്ളവരല്ല. ബലാമൻ ഔഫാ ബിഅഹ്ദിഹി വത്തഖാ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. ആലു ഇമ്രാനിന്റെ 76 കാണാൻ കഴിയും. കരാറ് ഏറ്റെടുക്കുകയും അത് പൂർത്തിയാക്കുകയും ചെയ്തവർ അവർ തഖ്വയുള്ളവരാണ്. വേറെ ഒരു സ്ഥലത്ത് കാണാൻ കഴിയും ഇല്ലല്ലദീന ആഹത്തഹും മിനൽ മുശ്രിക്കീന സുമ്മ ലം യൻഖുസൂകും ശൈഅൻ വലം യുളാഹിറു അലൈക്കും അഹദൻ ഫഅതിമ്മു ഇലൈഹിം അഹദഹും ഇലാ മുദ്ദതിഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. കരാറ് പാലിക്കുന്നവർ അവർ തഖ്വയുള്ളവരാണ്. പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതിന്റെ ശേഷം ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം. ഇങ്ങനെയൊക്കെ കരാറ് പാലിക്കുന്നവരെ പറ്റി പറഞ്ഞതായി കാണാൻ കഴിയും. സൂറത്തുൽ മുഅ്മിനൂന്റെ 8 അല്ലാഹു തആല പറഞ്ഞു വല്ലദീന ലിഅമഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. കരാറ് പാലിക്കുന്നവരാണ് തഖ്വയുള്ളവർ, പരലോകത്തും ഇഹലോകത്തും വിജയിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇങ്ങനെ പല സ്ഥലത്തും പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് കരാറ് പാലനത്തിന് വമ്പിച്ച പ്രാധാന്യമുണ്ട് എന്ന് മാത്രമല്ല, അത് നമ്മുടെ ശരീരത്തിൽ ഊട്ടപ്പെടേണ്ട ക്വാളിറ്റി ആയിട്ട് മാറണം എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ക്രിയാപ്രയോഗത്തിൽ നിന്ന് മാറിയിട്ട് വൽ മൂഫൂന ബിഅഹദിഹിം എന്ന രീതിയിൽ അല്ലാഹു തആല പറയുന്നത് ഇദാ അഹദു. അത് കഴിഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് നിങ്ങൾ നോക്കൂ,
ഖുർആനിൻ്റെ സാഹിത്യ ഭംഗി കൂടി ആസ്വദിക്കണമെങ്കിൽ അറബി ഭാഷ നന്നായിട്ട് അറിയണം. ശേഷം തൊട്ടുശേഷം അല്ലാഹ് പറയുകയാണ് വസ്സാബിരീൻ. അവിടെ എങ്ങനെയാണ് പറയേണ്ടത്? വൽ മൂഫൂൻ എന്ന് പോലെ പറയുമ്പോൾ വസ്സാബിറൂൻ എന്നാണ് പറയേണ്ടത്. വൽ മൂഫൂൻ വാവും നൂനുമാണ്. അതിനോട് കടപിടിക്കണമെങ്കിൽ വസ്സാബിറൂൻ എന്നാണ് പറയേണ്ടത്. അല്ലാഹ് പറഞ്ഞില്ല. അല്ലാഹ് പറഞ്ഞത് അറബി ഭാഷയിൽ ആ ഘടനക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അല്ലാഹ് പറയുന്നു വസ്സാബിരീന ഫിൽ ബഅസാഇ വല്ലറ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങളെ ഒരേ ഒഴുക്കിൽ ഇങ്ങനെ കേട്ടു പോരുമ്പോൾ നിങ്ങളെ ചെവിയിൽ അതങ്ങ് കടന്നോളുന്നില്ല. ഒരു പാട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഒരേ പാട്ട് ഇങ്ങനെ തുടരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല, അതിലങ്ങ് ലയിച്ചു പോവും, മറന്നു പോവും. എന്നാൽ പറ്റില്ല, ചെവി ഒന്നും കൂടെ കൂർപ്പിച്ചു, അറ്റൻറ്റീവ് മോഡിൽ നിൽക്കൂ. വസ്സാബിരീൻ, ഞാൻ ക്ഷമയുള്ളവരെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നു. ഞാൻ ക്ഷമാശീലരായ ആളുകളെ പ്രത്യേകം എടുത്തു പറയുകയാണ്. അതുകൊണ്ട് മറന്നു പോകണ്ട, കേൾക്കാൻ തയ്യാറായിരിക്കണം. വസ്സാബിരീൻ, ക്ഷമയുള്ളവർ. ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ക്രിയാ ഫോമിലല്ല പറഞ്ഞത്, ക്വാളിറ്റിയുടെ ഫോമിലാണ് പറഞ്ഞത്. കാരണം എന്താ? ഒരു വട്ടം ക്ഷമിച്ചാൽ പോരാ. വസ്സാബിരീൻ, ക്ഷമ എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഊട്ടപ്പെട്ട ഗുണമായിരിക്കണം. എപ്പോഴാണ് അത് ഊട്ടപ്പെടുക? നിസ്കാരം നിർവഹിക്കുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ, ഈമാൻ കാര്യം ഉണ്ടാകുമ്പോൾ, പ്രവാചകന്മാരിൽ വിശ്വസിക്കുമ്പോൾ. ഇതെല്ലാം ക്ലിയർ ആണോ? ഇതെല്ലാം പരിശുദ്ധമാണോ? എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഊട്ടപ്പെടാൻ പോകുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റിയാണ് വസ്സാബിരീൻ. എപ്പോഴാണ്? ഫിൽ ബഅസാഇ വല്ലറാഇ വഹീനൽ ബഅസ്. 3 രീതിയിലുള്ള പ്രതിസന്ധികളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ രോഗങ്ങളും മറ്റുമൊക്കെ വരുന്ന പ്രതിസന്ധി, ദാരിദ്ര്യം പോലെയുള്ള പ്രതിസന്ധി. വല്ലറ എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ശാരീരിക മർദ്ദനങ്ങൾ. മൂന്നാമത്തത് വഹീനൽ ബഅസ്, യുദ്ധം. മുസ്ലിമീങ്ങളും കാഫിരീങ്ങളും തമ്മിൽ നടക്കുന്ന ധർമ്മസമരം. ഈ 3 ഘട്ടങ്ങളിലും സമ്പൂർണമായ ക്ഷമ കൈക്കൊള്ളുക. അത് ജീവിതത്തിൽ ഊട്ടപ്പെട്ട ഗുണമായി മാറുക. ആ സമയത്താണ് നിങ്ങൾക്ക് ദൈവക്കൂറ് എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്ന് പറയാൻ പറ്റുക. അപ്പോഴാണ് നിങ്ങളുടെ നിസ്കാരം ശരിയായ നിസ്കാരമാണ് എന്ന് പറയാൻ പറ്റുക. അപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ സത്യസന്ധമായ ഈമാനാണെന്ന് പറയാൻ പറ്റുക. അതുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞു ഉലൈകല്ലദീന സ്വദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ. എന്താ പറഞ്ഞത്? ഉലൈകല്ലദീന സ്വദഖൂ, അവരാണ് സത്യം പറഞ്ഞവർ. എന്ത് സത്യം? ഇവിടെ ഇപ്പം എന്താ വല്ല സംസാരം ഉണ്ടായോ? സത്യം പറയാൻ ഉണ്ട്. ഇവിടെ പരലോക വിശ്വാസം, ദൈവവിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ പറയുന്നത് സത്യമാണോ? അത് തെളിയിക്കണം, അത് തെളിയിച്ച് കാണിക്കണം. അത് എങ്ങനെങ്കിലും തെളിയിച്ചാൽ പോരാ, ഞാൻ ഈ പഠിപ്പിച്ച രീതിയിലൂടെ തെളിയിക്കണം. അങ്ങനെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് പറയുന്നു ഉലൈകല്ലദീന സ്വദഖൂ, അവരാണ് സത്യം പറഞ്ഞവർ. വഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാണ് തഖ്വയുള്ളവർ. അല്ലാതെ തഖ്വ എന്ന് പറയുന്നത് നിസ്കാരത്തിൽ നെറ്റിയിൽ തയമ്പുണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് നിസ്സാര സംഗതികൾ, അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണനയില്ലാത്ത ചില ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു പണ്ടേ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പരിഗണനയും ഇല്ലാത്ത ചില സംഗതികൾ, പ്രിയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും താഴെപ്പടിയിൽ വരുന്ന സംഗതികളൊക്കെ വലിയ സംഗതിയായിട്ട് കണ്ട്, ഞാനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഭക്തിയുള്ള ആള്, ഞാനാണ് ഈ നാട്ടിലെ വലിയ മുത്തഖി, ബാക്കിയുള്ളവരൊക്കെ മോശമാണ് എന്ന രീതിയിൽ പെരുമാറുന്ന ആളുകൾ മക്കയിലെ മുശ്രിക്കീങ്ങളിൽ ഉണ്ടായിരുന്നു. അവർ എല്ലാ തമ്മാടിത്തരവും ചെയ്യും, അവർ ബഹുദൈവ വിശ്വാസം അവർ പ്രവർത്തിക്കും. അങ്ങനെ എന്നാലും അവർ പറയുന്നത് ഹജ്ജിന് വരുന്ന ആൾക്കാർക്ക് ഞങ്ങളാണ് വെള്ളം കൊടുക്കൽ. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ. പള്ളി നോക്കുന്നത് ഞാനാണ്, പള്ളിയിലെ കറണ്ടിൻ്റെ ബില്ലടക്കുന്നത് ഞാനാണ്, പള്ളിയിൽ മറ്റതാക്കുന്നത് ഞാനാണ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴുണ്ടെങ്കിൽ, അതുപോലെയുള്ള ഒരു വിഭാഗം മുമ്പുണ്ടായിരുന്നു. അവരെ വിമർശിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു അജഅൽതും സിഖായത്തൽ ഹാജി വഇമാറത്തൽ മസ്ജിദിൽ ഹറാമി കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ലാഹ്. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് വള്ളം കൊടുക്കലും പരിശുദ്ധ കഅബാലയത്തെ പരിപാലിക്കലും. നിങ്ങൾ നോക്കി, കഅബാലയം പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയാ? അള്ളാഹുവിൻ്റെ പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരിശാക്കപ്പെട്ട പള്ളിയെക്കുറിച്ച് അല്ലാഹ് പറയുന്നു കഅബാലയം പരിപാലിക്കുക എന്നും പറഞ്ഞു വന്നോളി നിങ്ങൾ. അവൻ ഒരിക്കലും കമൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വജാഹദ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും ചെയ്തവനോട് ഒരിക്കലും കടപിടിക്കുന്നില്ല. ലാ യസ്തവൂൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ രണ്ടുപേരും ഒരുപോലെയല്ല.
കാരണം കാബാലയം പരിപാലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല പണിയാണ്. അത് നാട്ടുകാരുടെ ഇടയിൽ നല്ല പേരുണ്ടാകാൻ വേണ്ടിയിട്ട് ഓൻ കണ്ടില്ലേ, ഓൻ ആ പള്ളിൻ്റെ അവിടുന്ന് എഴുന്നേറ്റ് പോകല്ലേ, ഓൻ എപ്പോഴും പള്ളിയിൽ തന്നെ, ഓൻ അവിടെ തോത്തലും പിടിക്കലും കറണ്ടിൻ്റെ ബില്ലടിക്കലും പണിയാണ്. എന്നാൽ വേറെ ചില പ്രയാസമുള്ള പണികളുണ്ട്, അവിടെ അവനെ കാണുകയില്ല. ഇത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് വരെ ഉണ്ടായിരുന്നു. ഇത് മുസ്ലിമീങ്ങളിലും ഈ രോഗം ഉണ്ടാകാൻ പാടില്ല എന്ന നിലക്കാണ് മുസ്ലിമീങ്ങളെ കൂടി ഫേസ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിപ്പിക്കുന്നത്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി എന്നത് ജൂതന്മാരോടും നസ്രാനികളോടും മാത്രം പറഞ്ഞതല്ല. അത് ഈ സമുദായത്തിൽ അവരുടെ അതേ സ്വഭാവവുമായി നടക്കുന്ന ചെറിയ ചെറിയ മുട്ടുസൂചിയെ പോലും വലിയ പെരുപ്പിച്ച് കാണിക്കുന്ന ആളുകളുണ്ടാകും. അത്തരക്കാരോടാണ് പറയുന്നത്. ആന പോകുന്നത് നിങ്ങൾ കാണുകയില്ല, അടക്ക പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അത്തരമൊരു സ്വഭാവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഏറ്റവും പ്രിയോറിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം വിഷയങ്ങൾക്കാണോ കൊടുത്തിട്ടുള്ളത് ആ വിഷയങ്ങളിൽ നിങ്ങൾ പ്രിയോറിറ്റി കൊടുക്കാത്ത പക്ഷം നിങ്ങൾ ചെറിയ കുറേ സംഗതികളുണ്ട്. ചില ആൾക്കാരുണ്ട്, അറഫൻ്റെ നോമ്പ് നോറ്റാൽ തലേ കൊല്ലത്തെ ദോഷവും പൊറുക്കും, വരാനിരിക്കുന്ന കൊല്ലത്തെ ദോഷവും പൊറുക്കും. അതുപോലെ ആശൂറ മുഹറം 10 നോമ്പ് നോറ്റാൽ കഴിഞ്ഞു പോയൊരു കൊല്ലത്തെ ദോഷം മുഴുവൻ പൊറുക്കും. അങ്ങനെ ചില പ്രവൃത്തികൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ വലിയ കൂലികൾ പറഞ്ഞിട്ടുണ്ടാകും. അത് വെച്ചിട്ട് അയിമത്തന്നെ അങ്ങോട്ട് കൂടും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹലാലായ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തയില്ല. ഹറാമ് കഴിക്കും, അവൻ നിസ്കാരം ചിലപ്പോൾ നല്ലോണം ഉണ്ടാകും, പക്ഷെ നാട്ടിലുള്ള ഒരു മനുഷ്യനും അവൻ്റെ നാവിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. ഒരു കാര്യവുമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഹലാലല്ലാത്ത ഭക്ഷണം കഴിക്കുന്നവൻ യാ റബ്ബി യാ റബ്ബി വ മത്അമുഹു ഹറാം വ മഅ്കലുഹു ഹറാം വ മൽബസുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക. അവന് എവിടെ നിന്നാണ് ഉത്തരം കിട്ടാൻ? അപ്പോൾ ദുആ വലിയ സംഗതിയാണ്. പക്ഷേ ആ ദുആ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ പോലും അതിനേക്കാളും പ്രിയോറിറ്റി ഉള്ളൊരു വസ്തുവുണ്ട്, ഹലാൽ ഫുഡ് കഴിക്കണം. ഹലാലല്ലാത്തത് കഴിക്കുന്നവൻ എത്ര നട്ടപ്പാതിലേക്ക് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടും കാര്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ആ പറഞ്ഞതിന് ഒരു മറുവശമുണ്ട്. ആ മറുവശം പരിഗണിക്കാതെ ഞാൻ ഇന്ന് നോമ്പെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്നെക്കാളും വലിയ ആളുകളില്ല എന്ന രീതിയിലുള്ള പെരുമാറ്റം ബിദ്അത്തിന്റെ രീതിയാണ്. തകിടം മറിക്കുന്ന രീതിയാണ്. മുൻഗണനാക്രമങ്ങൾ പാലിക്കാത്ത രീതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളിലും വിശ്വാസങ്ങളിലും ധർമ്മ പദ്ധതികളിലുമെല്ലാം സുന്നത്തിനോടും അള്ളാഹുവിൻ്റെ കൽപ്പനയോടും പൂർണ്ണമായി യോജിക്കുന്ന രീതിയിൽ തഖ്വയുടെ വഴിയിൽ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി